മമ്മൂട്ടിയുടെ അറിവോടുകൂടിയാണ് മോഹൻലാൽ അത് ചെയ്തതെങ്കിൽ മമ്മൂട്ടി തോപ ചെയ്യണം, മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണം. അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡ് വളരെ ഗുരുതരമായൊരു വീഴ്ച മമ്മൂട്ടി എന്ന് പറയുന്ന അനുഗ്രഹീത സിനിമാ നടൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ ശബരിമലയിൽ നടൻ മോഹൻലാൽ വഴിപാട് നേർന്നിരിക്കുന്നു എന്നാണ് വാർത്ത. ഇത് മമ്മൂട്ടി പറഞ്ഞേൽപ്പിക്കാതെ മോഹൻലാലിൻ്റെ വിശ്വാസമനുസരിച്ച് അദ്ദേഹം ചെയ്തതാണെങ്കിൽ ആ സംഭവത്തിൽ മമ്മൂട്ടി നിരപരാധിയാണ്. അദ്ദേഹത്തെ ഒട്ടും തന്നെ വിമർശിക്കാൻ പാടില്ല. കാരണം മോഹൻലാലിൻ്റെ വിശ്വാസം അത്രത്തോളം ശബരിമല ശാസ്താവിനെ സംബന്ധിച്ച് അത്രത്തോളം വലുതാണ്. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചിലത് ചെയ്തു എന്നേ കണക്കാക്കേണ്ടതുള്ളൂ. പക്ഷേ അദ്ദേഹം പറഞ്ഞ് ഏൽപ്പിച്ചാണ് അത് ചെയ്തതെങ്കിൽ അത് മഹാ അപരാധമാണ്. കാരണം ഇസ്ലാമിക ദൃഷ്ടിയ അള്ളാഹുവിനല്ലാതെ അള്ളാഹുവിന് മാത്രമേ വഴിപാടുകൾ അർപ്പിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അദ്ദേഹത്തോടെ അള്ളാഹുവിനോട് സഹായം തേടാൻ പാടുള്ളൂ. ഇതിനെല്ലാം ലംഘനമാണത്. പണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന് വഹി ദിവ്യബോധന ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആയത്തുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അഫറൈത്തുമില്ലാത്ത ഒരു ഉസ്സ അമനാത്ത സാലിസത്തുൽ ഉഖ്റ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവരാരാധിച്ചുകൊണ്ടിരിക്കുന്ന ജാഹിലിയ അറബികൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ലാത്ത ഉസ്സയെ കണ്ടില്ലേ, മനാത്തെ കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ശൈത്താൻ കടന്നു കൂടിയിട്ട് അതിൻ്റെ ഷഫായത്തുമില്ല തുർത്തജ, അവരുടെ ഷഫായത്ത് സംഭവ്യമാണ്, പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന രീതിയിൽ ശൈത്താൻ കടന്നു ഓതി റിപ്പോർട്ടനുസരിച്ച്. അപ്പോൾ അത് ഉടനെ തിരുത്തപ്പെട്ടു. അപ്പോൾ ഒരു നിലക്കും അത്തരത്തിലുള്ളതായ ലാത്തയാവട്ടെ ഉസ്സയാവട്ടെ ശബരിമല ശാസ്താവാവട്ടെ മറ്റാരാവട്ടെ അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ പങ്കു ചേർക്കാനോ അതിന് വിരുദ്ധമായത് പ്രവർത്തിക്കാനോ എന്ത് കാരണത്താലും ശരിയല്ല. ഇവിടെ നമുക്ക് ഇദ്ദേഹത്തിൽ നിന്ന് മമ്മൂട്ടിയിൽ നിന്ന് വിശദീകരണം ഇക്കാര്യത്തിൽ ആവശ്യമാണ്. അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ എന്ന് അദ്ദേഹം സമുദായത്തോട് വ്യക്തമാക്കണം. ഇല്ലെങ്കിൽ വലിയൊരു വ്യതിയാനമായി അത് കണക്കാക്കപ്പെടും. ഒരിക്കലും തന്നെ പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ അത് ഒരിക്കലും തന്നെ അനുവദിക്കാവുന്നതല്ല. മുസ്ലിം മതപണ്ഡിതന്മാർ ഇക്കാര്യത്തിൽ ഇടപെടണം. മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ കേട്ടില്ലേ, ഒ അബ്ദുള്ള തൻ്റെ ഫേസ്ബുക്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്, നിങ്ങൾ കേട്ടിട്ടുള്ളത്. എന്തുമാതിരി വലിയ പച്ച വർഗീയതയാണ് ഈ വിളിച്ച് തുപ്പുന്നത്, നിങ്ങൾ കേട്ടില്ലേ? ഇതിനെതിരെ ഇവിടെ ആരും തന്നെ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാ? എന്താണ് ഈ ഒ അബ്ദുള്ള വിളിച്ചു പറയുന്നത്? മമ്മൂട്ടിക്ക് അസുഖമായ സമയത്ത് മോഹൻലാല് ശബരിമലയിൽ പോയിട്ട് പ്രാർത്ഥന നടത്തിയത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന്. അത് മമ്മൂട്ടിയുടെ അറിവോട് കൂടിയാണെങ്കിൽ, മമ്മൂട്ടി അത് പറഞ്ഞതാണെങ്കിൽ മമ്മൂട്ടി അതിന് വിശദീകരണം തരണമെന്നൊക്കെ. അല്ല, ഇയാൾ എന്താ കരുതിയത് ഇത് താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനാണെന്നോ അല്ലെ ജിഹാദികൾ ഭരിക്കുന്ന സിറിയയാണെന്നോ? എന്താണ് ഈ ഒ അബ്ദുള്ള കരുതിയിരിക്കുന്നത്? ആർക്ക് വിശദീകരണം കൊടുക്കണം എന്നൊക്കെയാ ഈ വിളിച്ചു പറയുന്നത്? അല്ല, ഈ ഒ അബ്ദുള്ള ഉൾപ്പെടെയുള്ള തീവ്ര ചിന്താഗതിക്കാരി എന്നു മുതല സിനിമയിലെ നടന്മാരെയൊക്കെ അംഗീകരിക്കൽ തുടങ്ങിയത് തീരെ മനസ്സിലാവുന്നില്ല. മമ്മൂട്ടിയാക്കിയത് ഒരു തീവ്രവാദിയുമല്ല, ഒരു തീവ്ര ചിന്താഗതിക്കാരനുമല്ല, ഒരു ജിഹാദിയുമല്ല, ഒരു ജിഹാദി മൈൻഡുള്ള ആളുമല്ല. മമ്മൂട്ടിയാക്കിയത് കേരളത്തിന്റെ പൊതുസമൂഹ മമ്മൂട്ടിയാക്കിയത്. അല്ലാതെ ഇവനെ പോലെയുള്ള ഒ അബ്ദുള്ളയെ പോലെയുള്ള നെറികെട്ടവന്മാരല്ല. ഇപ്പൊ സിനിമയും പറ്റും, സിനിമയിലെ നടനെയും പറ്റും. ഉളുപ്പില്ലേ ഈ ഒ അബ്ദുള്ളക്കൊക്കെ മമ്മൂട്ടിയുടെ വിഷയൊക്കെ ആയിട്ട് രംഗത്ത് വരാന്? അല്ല, ഇതിനെതിരെ ഇവിടെ ആരും എന്താ പ്രതികരിക്കും? PC ജോർജ് എന്തെങ്കിലും ചെയ്താലേ ചാടി വീണ് അറസ്റ്റ് ചെയ്യിപ്പിക്കാനൊക്കെ ആളുള്ളൂ. ഈ പച്ച വർഗീയതല്ലേ നമ്മുടെ കേരളത്തിന്റെ മതേതരത്വമല്ലേ ഈ ഒ അബ്ദുള്ളയൊക്കെ പിച്ച് ചീന്തിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്രത്തോളം വലിയൊരു സുന്ദരമായ സന്തോഷകരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടി ശബരിമലയിൽ പോയിട്ട് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്നത്. അതിനെ എത്രത്തോളം അപമാനിച്ചു. ശബരിമലയെ പോലും അപമാനിക്കുന്നുണ്ട് ഈ ഒ അബ്ദുള്ള. നിങ്ങൾ ഈ ഒരു വീഡിയോ കൃത്യമായിട്ട് കേട്ടാൽ മനസ്സിലാവും.
ഓ അബ്ദുള്ള പറയുന്നത് കേട്ടാൽ കൃത്യമായിട്ട് മനസ്സിലാവും. അല്ല, ഇവിടെ മമ്മൂട്ടിക്ക് അസുഖമാണെന്ന യാഥാർത്ഥ്യം വാർത്ത ചെയ്ത മറുനാടൻ മലയാളി, അതായത് ശ്രീ ഷാജൻ സ്കറിയക്കെതിരെ എന്തുമാതിരി വലിയ വേട്ടയാടലുകൾ നടന്ന് നമ്മൾ കണ്ടതല്ലേ. ഷാജൻ സ്കറിയ അന്തരിച്ചു എന്ന രീതിയിൽ പോലും വലിയ രീതിയിൽ പ്രചരണം നടത്തിയിരുന്നു ഷാജൻ സ്കറിയക്കെതിരെയും. അല്ല, അത്തരം ആളുകൾ ആരും ഇവിടെ അല്ലേ? വലിയ മനുഷ്യത്വോ അങ്ങേയറ്റവും വിളിച്ചു പറഞ്ഞ ഒരുപാട് ആളുകളുണ്ടല്ലോ. അവരൊന്നും ഇതൊന്നും കേൾക്കില്ലേ? ഇതൊന്നും കേട്ടാലും മിണ്ടില്ലെന്നേ. ഇതൊക്കെ പൊതുസമൂഹം തിരിച്ചറിയണം. ഈ ഒ അബ്ദുള്ള എന്ന ഈ വ്യക്തിയൊക്കെ 1,00,000-ലധികം ആളുകൾ ഇദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നുണ്ട് ഫേസ്ബുക്കിൽ. സകല ആളുകളും ഗൗരവം തിരിച്ചറിയണം. നമ്മൾ മലയാളികൾ സന്തോഷത്തോടു കൂടി കണ്ടിട്ടുള്ള ഒരു സുന്ദരമായ കാഴ്ച, ഒരു സുന്ദരമായ പ്രാർത്ഥന, അത് എത്ര സന്തോഷം നൽകുന്നതാണ്. കേരള പൊതുസമൂഹത്തിന് മോഹൻലാൽ പോയിട്ട് മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറയുന്നത്. അതിനെ പോലും വർഗീയവൽക്കരിച്ച് വിഷം തുപ്പിയിട്ടുള്ള ഈ ഒ അബ്ദുള്ളക്കെതിരെ ഒന്നും ഇവിടെ ഒരു കേസും ഇല്ലേ, ഇവിടെ ഒരു പ്രശ്നവും ഇല്ലേ. ഇവിടെ മത്സരമാണല്ലോ മറ്റെന്തെങ്കിലും പറയുന്ന ആളുകൾക്കെതിരെ കേസ് കൊടുക്കാനും മറ്റുള്ളതിനും. ഈ ഒ അബ്ദുള്ള എത്ര വലിയ നെറികേടാണ് ചെയ്തിട്ടുള്ളത്, എത്രത്തോളം വൃത്തികെട്ട ഏർപ്പാടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളത് ആലോചിച്ച് നോക്കൂ. എത്രത്തോളം വലിയ അപമാനിക്കല്. എന്നിട്ട് മമ്മൂട്ടി വിശദീകരണം കൊടുക്കണത് ഏത് തേങ്ങയിലാണോ വിശദീകരണം തരേണ്ടത്? ഈ സിനിമ എന്നാണ് ഇവരൊക്കെ അംഗീകരിച്ചു തുടങ്ങിയത്? തീരെ മനസ്സിലാകുന്നില്ല. സിനിമയിലെ നടനെ അംഗീകരിക്കുക, സിനിമ അംഗീകരിക്കുക, എന്നിട്ട് ആ വിഷയത്തില് മമ്മൂട്ടി പറയുന്നില്ല. ഈ ഒ അബ്ദുള്ളയൊക്കെ നമ്മുടെ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ വിഷമാണ് തുപ്പിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഒ അബ്ദുള്ളക്കെതിരെ ഇവിടെ ഒരു നടപടിയും ഇല്ലാത്തത്? പൊതുസമൂഹം ചിന്തിക്കണം. ഇവിടെ മറ്റെന്ത് ആര് പറഞ്ഞാലും കാത്തിരിക്കല്ലേ? എന്തേ മുസ്ലിം യൂത്ത് ലീഗ് ഒന്നും ഇവിടെ അല്ലേ? PC ജോർജിന്റെ പിന്നാലെ നടന്ന് മത്സരിച്ച് പ്രതിഷേധം നടത്തി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതിയൊക്കെ കൊടുത്ത് മുസ്ലിം ഈ യൂത്ത് ലീഗുകാരൊക്കെ ചത്തോ? അല്ല, ഇതൊന്നും കാണുന്നില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ എന്തുകൊണ്ടാണ് ഒ അബ്ദുള്ളക്കെതിരെ ആരും ഇവിടെ ഒരു പരാതിയായിട്ട് രംഗത്ത് വരാത്തത്? ഒ അബ്ദുള്ള പറയുന്നത് നെറികേടല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തുമാതിരി വിഷമാണ് ഒ അബ്ദുള്ള തുപ്പുന്നത്, ഒരു ഉളുപ്പുമില്ലാതെ. ഇതെന്താ മതവ രാജ്യോ? വിശദീകരണം കൊടുക്കണം പോലും മമ്മൂട്ടി. എന്താ മമ്മൂട്ടി വിളിച്ചു പറഞ്ഞതാണ് ഒ അബ്ദുള്ളയോട്? ഞാൻ പറഞ്ഞിട്ടാ മോഹൻലാൽ പോയത് എന്ന്. എത്രത്തോളം നെറികേടാണ് ഈ ഒ അബ്ദുള്ളയൊക്കെ വിളിച്ചു പറയുന്നത്. ഇതിനെതിരെ ഇവിടെ ഒരുപാട് ആളുകൾ മൗനത്തിലാ. ഇതിനെതിരെയൊക്കെ ശക്തമായിട്ട് ബോധമുള്ള സകല ആളുകളും പ്രതികരിക്കണം. ഇത് വന്നിട്ട് ഇതിനെതിരെ മൗനത്തിലാ. ഇവിടെ വലിയ മതേതരത്വം പറയുന്ന മതത്തറക്കാരുണ്ടല്ലോ കുറെ ആളുകള്. അവരൊക്കെ എവിടെ? ഇതിനെതിരെ എന്തുകൊണ്ടാ മിണ്ടാത്തത്? ബോധമുള്ള സമൂഹം ചിന്തിക്കണം. മോഹൻലാല് ശബരിമലയിൽ പോയിട്ട് മമ്മൂട്ടിയുടെ അസുഖവുമായി ബന്ധപ്പെട്ട ഒരു പ്രാർത്ഥന നടത്തിയതിനെതിരെ വിഷം തുപ്പിയാണ് ഒ അബ്ദുള്ള രംഗത്തെത്തിയത്. ഇതിനെതിരെ ഒന്നും ഇവിടെ ആർക്കും ഒരു പ്രശ്നവും ഇല്ലേ?